നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ജനങ്ങൾക്ക് ബഹുമാനം വർദ്ധിക്കുകയാണ്. കാരണം അദ്ദേഹം ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസ്താവന, സസ്പെൻഷൻ വന്നതിന് ശേഷം നടത്തിയ പ്രതികരണത്തിൽ വളരെ മാതൃകാപരമായിട്ടുള്ളൊരു പ്രതികരണമായിരുന്നു. കാരണം സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടെടുത്ത നിലപാടാണ് ഇത്. മറ്റ് പാർട്ടിക്കാരെ പോലെയല്ല കോൺഗ്രസ്. ചോദിക്കുന്നുണ്ട്, എന്ത് നടപടിയാണ്, പല ആളുകളും CPM-ൽ ഇരിക്കുന്നുണ്ടല്ലോ, എന്ത് നടപടിയാണ് പാർട്ടി എടുത്തത്? ഇപ്പോൾ ഒരു ഉളുപ്പും ഇല്ലാണ്ട് ഈ SFIക്കാരൊക്കെ രാജിയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം മുറവിളി കൂട്ടുന്നുണ്ട്. എന്ത് ധാർമ്മികതയാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം പറയാൻ CPM-നുള്ളത്? മനസ്സിലാവുന്നില്ല സാർ. വെറുപ്പ് തോന്നുകയാണ് CPM-നോട് ജനത്തിന്. സതീശനോട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്ത നടപടി ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ആൾ VD സതീശനായിരിക്കുമെന്ന് ഞാൻ കരുതുന്നത്. തീർച്ചയായും ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് സസ്പെൻഡ് ചെയ്തതിൽ. കാരണം അദ്ദേഹം ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ട മക്കളിൽ ഒരാളാണ്. പിതാവിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അത്ര പുത്രവാത്സല്യത്തോടെ തന്നെ മാങ്കൂട്ടത്തെ കണ്ടിരുന്ന ആളാണ് സതീശൻ. തെറ്റ് മാങ്കൂട്ടത്തിൻ്റെ ഉണ്ടായിരിക്കാനാണ് സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. ഇത് ഒരു ഫയർ ഫൈറ്റിങ്ങിന് പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല കോൺഗ്രസ്. എങ്ങനെ ഈ ഒന്നും കറക്റ്റ് അറിയത്തില്ല, ഈ പെൺപിള്ളേർ പറയുന്നത് സത്യമാണോ ഇല്ലയോ. പൂർണ്ണമായിട്ട് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് പാർട്ടി വന്നിരുന്നെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തെ നിഷേധിച്ചുകൊണ്ട് പാർട്ടി വന്നിരുന്നെങ്കിൽ, ഏതെങ്കിലും കോൺക്രീറ്റ് എവിഡൻസ് വരുമ്പോൾ സതീശനും അല്ലെ പാർട്ടി മൊത്തവും കള്ളന്മാരാകുമായിരുന്നു. അങ്ങനെ ഒരു എവിഡൻസിന് കാത്തിരിക്കാതെ ഉടനെ തന്നെ സസ്പെൻഷൻ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആദ്യം മാറ്റി നിർത്തി, പിന്നീട് സസ്പെൻഷൻ. അപ്പോൾ MP രാജേഷൊക്കെ പറയുന്നത് എന്തിനാണ് സസ്പെൻഡ് ചെയ്യേണ്ടത്, തൂക്കിക്കൊല്ലുമായിരുന്നു വേണ്ടെന്നാണ് പറഞ്ഞത്. അവർക്കറിയാവുന്നൊരു വാക്കതാണ്. അച്യുതാനന്ദനെ വരെ തൂക്കിക്കൊല്ലും, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞൊരു നേതാക്കന്മാരുള്ളത്. ആ സ്റ്റൈലിലാണ് ഇവിടെയും പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമായിരുന്നു എന്ന് പറയുന്നവരാ MP രാജേഷ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ സതീശൻ്റെ നിലപാട് ഈ കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്, ഏറ്റവും മാതൃകാപരമായിട്ടുള്ള, വളരെ മനുഷ്യത്വപരമായ നിലപാട്. ഈ നിലപാട് നാളെ സതീശനായിരുന്നു ശരി എന്ന് പിണറായി വിജയനും പൊതുസമൂഹം പറയേണ്ടി വരും, പിണറായി വിജയന് പറയേണ്ടി വരും. കാരണം പിണറായി വിജയൻ ഇങ്ങനെയുള്ള താല്പര്യങ്ങളെ മുഴുവൻ ശിവശങ്കർ തൊട്ട് PCC തൊട്ട് സ്വപ്ന സുരേഷ് തൊട്ട് എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നിരുന്ന ഒരു കഴുകൻ സ്വഭാവമായിരുന്നു പിണറായി വിജയൻ്റെ. അതിന് വിരുദ്ധമായി ഓപ്പൺനെസ്സോടെ ഈ ചർച്ചകൾ കേൾക്കാനും രാഹുൽ മാങ്കൂട്ടത്തെ ഇടയ്ക്ക് പരസ്യമായിട്ട് തന്നെ ശാസിച്ചിട്ടുണ്ട്. സത്യാവസ്ഥ എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ തീരുമാനം അംഗീകരിക്കും. അതായത് നമ്മുടെ പ്രതിപക്ഷം കോൺഗ്രസ് പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരമുണ്ട്. ആ വികാരത്തെ വളരെ തക്കതായ രീതിയിൽ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അല്ല, അത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അല്ലാതെ ജനത്തെക്കാട്ടിലും വലുതാണ് പാർട്ടി എന്നൊരു നടപടിയോ അല്ലെങ്കിൽ ഇവിടെ സതീശന് സാധിച്ചിരിക്കുന്നത് പൊതുപ്രവർത്തകൻ്റെ ധാർമ്മികത എന്നുള്ളത് ഒരു മുഖ്യ ഘടകമായി മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. ഈ ധാർമ്മികതയിൽ നിന്നിപ്പം സതീശന് വേണേൽ രാഹുലിനെ രക്ഷിക്കായിരുന്നല്ലോ. ഒറ്റക്കാര്യം പറഞ്ഞാൽ പോലെ പാർട്ടി ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നു, തിരുവനന്തപുരം അധ്യക്ഷനായിട്ടൊരു കമ്മിറ്റിയെ വയ്ക്കുന്നു, അവരന്വേഷിച്ച റിപ്പോർട്ട് തരിക. ഒരു 6 മാസം. അതിപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു പരാതി ഒന്നും ലഭിച്ചിട്ടില്ല, മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, അതുപോലും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള രക്ഷപ്പെടാനും രാഹുൽ മാങ്കൂട്ടത്തെ നടപടി വൈകിപ്പിക്കാനും ഈ ഒറ്റക്കാര്യം പറഞ്ഞാൽ കാരണം എന്തുകൊണ്ടാ? സ്ത്രീകളുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. ഒരുമാതിരി കോൺഗ്രസിലെ മുഖ്യധാരയിലുള്ള മെയിൻ ലൈനിൽ നിൽക്കുന്ന യുവ സ്ത്രീകളായിട്ടുള്ള നേതാക്കന്മാരെല്ലാം, ഭാരവാഹികളെല്ലാം രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കണം തന്നെ പറയാം. ഇപ്പം നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് മാപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സസ്പെൻഷനോ മതിയെന്ന്. നമ്മുടെ അതേ രീതിയിലാണ് തീരുമാനം. നമ്മുടെ കയ്യിൽ വീഡിയോ ഉണ്ടോയെന്നറിയില്ല. ഈ പറയുന്ന സതീശൻ്റെ വീഡിയോയും അല്ലെ ഉമാ തോമസിൻ്റെ വീഡിയോയോ അല്ലെങ്കിൽ മറ്റേ ബിന്ദു പണിക്കർ ബിന്ദു കൃഷ്ണയുടെ വീഡിയോയോ, ഈ വീഡിയോയും ശ്രീമതി ടീച്ചറും സതീദേവിയൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ CPM-ലുണ്ടായപ്പോൾ, മുകേഷിൻ്റേതായാലും P ശശിയുടേതായാലും PK ശശി, ഇത്തരം പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. അച്യുതാനന്ദൻ പറഞ്ഞു പീഡകരെ കയ്യാമം വെച്ച് നടത്തുമെന്ന് പറഞ്ഞപ്പോൾ കാരിത്താസ് ഹോസ്പിറ്റലൊരു ഇര ചികിത്സയിലായിരുന്നു. അവരെ പോയി കണ്ടപ്പം ഞെട്ടി വിറച്ചു എന്നാണ് പറഞ്ഞത്. EP ചേരാനൊക്കെ കൂടെയാണ് പോയത്. ഞെട്ടി വിറച്ചെന്നാണ് പറഞ്ഞത്.
പക്ഷെ പിന്നീട് അറിയുന്നു മറ്റാരെയും കണ്ടിട്ടില്ല, പി.കെ. ശ്രീമതിയെയും മകനെയും കണ്ടിട്ടാണ് ആ സ്ത്രീ ഞെട്ടിപ്പറിച്ചെന്നാണ് പിന്നീട് വരുന്ന വാർത്തകൾ. നമുക്കിതൊന്നും സത്യാവസ്ഥ അറിയത്തില്ല. ഈ പി.കെ. ശ്രീമതിയൊക്കെ പറഞ്ഞ ഊഹാപോഹം മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, എം.വി. ഗോവിന്ദൻ കുറേ വിഡിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പോലീസിന് കേസെടുക്കണമെങ്കിൽ ഒന്നാം സാക്ഷിയായിട്ട് ആരെ വെക്കണം? രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലും അതുകൊണ്ട് അവനെ പുറത്താക്കണമെന്ന് എം.വി. ഗോവിന്ദൻ പറയുമ്പോൾ എം.വി. ഗോവിന്ദന് കൃത്യബോധമുണ്ട് പീഡിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ ഒന്നാം സാക്ഷിയായിട്ട് ആരെ വിസ്തരിക്കണം? ഒന്നാം സാക്ഷി എം.വി. ഗോവിന്ദനായിട്ടൊരു കേസെടുക്കട്ടെ. ഗോവിന്ദൻ പറയട്ടെ, പോലീസിലും കോടതിയിലും പറയട്ടെ, ഇന്നതാണ് സംഭവങ്ങൾ, ഇന്ന രീതിയിലാണ് പീഡിച്ച് എന്ന് ഗോവിന്ദന് പറയാൻ പറ്റണ്ടേ? ഗോവിന്ദനല്ലേ ഒന്നാം സാക്ഷി. അങ്ങനെ എടുക്കാൻ പോലീസിന് ധൈര്യം കിട്ടുമോ? അവിടെയാണ് ഇന്ന് രണ്ടാമത് ഈ പീഡനം എന്നുള്ളത് ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ കേരളത്തിലൊരു തുടർക്കഥയാകുവാണ്. ഏറ്റവും അവസാനം ഇപ്പോൾ രാഹുലിൻ്റെ വിഷയത്തിൽ പീഡനമൊന്നുമില്ല, പീഡനമില്ല. പീഡനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് മാക്സിമം നിലവിലത്തെ വിവരം അനുസരിച്ച് പീഡനമില്ല. ഇനിയിപ്പോൾ നോക്ക്, കഴിഞ്ഞ ദിവസം വന്ന 2 കേസുകൾ നോക്ക്. ഒന്ന്, കുടുംബ കോടതി ജഡ്ജിയാണ് കക്ഷികളെ പീഡിപ്പിക്കാൻ നോക്കുന്നുള്ള പരാതി, അവരോട് മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞില്ലേ? കുടുംബ കോടതി ജഡ്ജി കൊല്ലം ജില്ലയിൽ. ഇപ്പുറത്ത് SP ആയിട്ടിരുന്ന ഒരു വിനോദ് കുമാർ SP താഴെ ഏറ്റവും താഴെയുള്ള SIമാരെ, വനിതാ SIമാരെ അശ്ലീല മെസ്സേജ് അയക്കുന്നു. അപ്പോൾ ഈ ഒരു സംസ്കാരം എന്തു വന്നാലും ഇങ്ങനെ ചെയ്യുന്ന ഒരു സംസ്കാരം കേരളത്തിൽ വ്യാപകമാവുകയാണ്. അതിൻ്റെ കാരണം ഒരുപക്ഷെ എന്തെല്ലാം പറഞ്ഞാലും ക്രിമിനൽ വൽക്കരണം അത് ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി. ഇവർക്കൊക്കെ ധൈര്യം കൊടുക്കുന്നത് ഇപ്പോൾ PP ദിവ്യ ആരാ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച്, PP ദിവ്യ ആരാ? PP ദിവ്യയെ പോലെ ഒരു സ്ത്രീ ആയിരിക്കും മിക്കവാറും ഇവിടെ രാഹുലിനെതിരായിട്ടും പരാതി കൊടുത്തിരിക്കുന്നത്. PP ദിവ്യ എന്തായാലും നവീൻ ബാബു എങ്ങനെ മരിച്ചെങ്ങനെ? ഇല്ലാത്ത ദുരാരോപണം പറഞ്ഞ് ആ മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തി അയാൾ സ്വയം മരിച്ചതാണോ അയാളെ കൊണ്ട് കെട്ടിത്തൂക്കാണെന്ന് അറിയത്തില്ല നവീൻ ബാബുവിന്. അപ്പോൾ PP ദിവ്യ എന്നിവരൊക്കെ വേണ്ടപ്പെട്ടവരാണ്. ഏറ്റവും വേണ്ടപ്പെട്ട CPMന് സതീദേവി വേണ്ടപ്പെട്ടതാ. TP ചന്ദ്രശേഖരൻ എങ്ങനെ മരിച്ചതെന്ന് സതീദേവി പറയുമോ? ആരാ കൊന്നു, എങ്ങനെ കൊന്നു? പീഡനം മാത്രമല്ല, മാനസിക പീഡനമുണ്ട്, ശാരീരിക പീഡനമുണ്ട്. രമയെപ്പറ്റി എന്നാ പറയുന്നത്? ആസ്ഥാന വിധവയെന്ന് പറഞ്ഞവരാണ് TP രമ ആസ്ഥാന വിധവയെന്ന് ആക്ഷേപിച്ചവരാണ് ഇന്ന് മാങ്കൂട്ടത്തിൻ്റെ പുറകെ കൊടുവാളും കത്തിയായിട്ട് നടക്കുന്നത്. അത് മറക്കരുത്. അപ്പം മാങ്കൂട്ടത്തിനോട് ഇനി നമുക്ക് മാങ്കൂട്ടവുമായി യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമില്ല. പക്ഷേ ഒറ്റ കാര്യത്തിൽ യോജിക്കാം, CPMഉം BJPയും കൂടെ ചേർന്ന് തോളോട് തോൾ ചേർന്ന്, രണ്ടാമത്തെ പ്രാവശ്യമാണിത്, തോളോട് തോൾ ചേർന്ന് മാങ്കൂട്ടത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു മാധ്യമങ്ങളും അത് അരുൺകുമാറിനെ പോലുള്ള മുഖ്യധാര മാധ്യമങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 1% ഒരു കണിക ശരിയെങ്കിലും മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുണ്ട്. മാങ്കൂട്ടത്തിന് പറയാനുള്ള പറഞ്ഞു തീരട്ടെ, അതിനുശേഷം തീർച്ചയായിട്ടും അതുവരെ തൽക്കാലം കാത്ത്. ഈ സസ്പെൻഷനിലൂടെ പറയാൻ ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്കൂട്ടത്തിന് പറയാനൊരു അവസരം, പരാതിക്കാർ വരാനൊരു അവസരം, അതൊക്കെയാണല്ലോ. അല്ല, അങ്ങനെ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്താൻ തയ്യാറായി എന്നുള്ളത് ഒരു ദിവസത്തേക്ക് മാറ്റി നിർത്താൻ കോൺഗ്രസ് തയ്യാറായി. മുകേഷിനെ ഇപ്പോഴും ഓർക്കണം. മുകേഷ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ പാടില്ല, ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച അതേ പാർട്ടി മുകേഷിൻ്റെ നിയമസഭയിലെ പ്രസൻസിനെതിരായിട്ടൊന്നും പറയുന്നില്ല, ആർഷവൊന്നും പറയുന്നില്ല, PP ദിവ്യ ഒന്നും പറയുന്നില്ല, ചിന്താചേറൊന്നും പറയുന്നില്ല. പിന്നെ രണ്ടാമത് ഇവിടെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ തുറന്നു കാട്ടപ്പെടുന്നത് CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ കാപട്യമാണ്. പിന്നെ രണ്ടാമത് അതിലുണ്ട്. ഇപ്പോൾ ചിന്താചേറവിൻ്റെ തന്നെ പരസ്യമായിട്ട് ചാനൽ ചർച്ച പറഞ്ഞാൽ എന്നെ രാഹുൽ മാങ്കൂട്ടം പ്രപ്പോസ് ചെയ്തു. പിന്നെ എന്തുകൊണ്ടോ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, സന്തോഷത്തോടെയാണ് പറയുന്നത്. മാങ്കൂട്ടത്തെ പറ്റി വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ പ്രപ്പോസ് ചെയ്യുന്നത് ഇവിടെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം അല്ലല്ല. പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഇവരാരോപിക്കുന്നത് ശരിയാണെങ്കിൽ അത്ര അടുത്ത ബന്ധം ഉണ്ടായിരുന്നു രാഹുലുമായിട്ട്. ഇത് സംഭവിക്കുമോ? ചിന്താചേറവൻ രാഹുലുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്നോ ഇല്ലയോ? ഇപ്പം ചിന്താചേറവൻ്റെ വാക്കുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, വളരെ താല്പര്യത്തോടെ തന്നെയാണ് സംസാരിച്ചത്. ആ താല്പര്യം എന്തായാലും നമുക്കറിയത്തില്ല. ഇത് സാധാരണഗതിയിൽ മനുഷ്യ സഹജമായ ചില തെറ്റുകൾ എന്ന് പറയാം. പക്ഷേ രാഹുൽ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഈ പീഡനമോ അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയൊക്കെ ചെയ്യുന്നതുണ്ട്. പിന്നെ ഈ ബ്ലോക്ക് എല്ലാവരും പറയുന്നുണ്ട്, ഞാനും ഒന്നുകൂടെ ആവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ബ്ലോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ മൊബൈലിലുണ്ട്.
എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ആരും ഇഷ്ടമില്ലെങ്കിലും ആ കോൾ എനിക്ക് അത് രാഹുലിന്റെ തെറ്റുകളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ അത് പരിശോധന വരേണ്ടതാണ്, വരണം. പരാതികൾ വരേണ്ടതാണ്. വരേണ്ടതാണ്. പക്ഷേ നിലവിൽ ഇപ്പൊ ഈ സസ്പെൻഷനും ഒക്കെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പൊതുസമൂഹത്തിന്റെ വികാരം, അതായത് സ്ത്രീകളെ ഇദ്ദേഹം എന്താണ് പ്രശ്നത്തിലാക്കിയിട്ടുണ്ട് എന്നൊരു തോന്നലിന്റെ കാരണം മാത്രം അതിനെ ബഹുമാനിച്ചുകൊണ്ട് എടുത്ത തീരുമാനം. എന്തിനാ ഗൗതം ഇന്നലെ ഒരു കേസിൽ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നെന്നും പറഞ്ഞ ഒരുത്തിനെ അറസ്റ്റ് ചെയ്തു. വാർത്ത വായിച്ചു, അറസ്റ്റ് ചെയ്തു. പിന്നീടാണ് അറിയുന്നത് അവനല്ല, അവന് മുമ്പ് തന്നെ ആ വീട്ടിൽ ചെന്ന് കൊല നടത്തിയിട്ട് പോകുന്നു. ഇവൻ അറിയാതെ അവിടെ ചെന്നപ്പോൾ വിട്ടുപോയതാണ്. പോലീസ് അപ്പം തന്നെ തീരുമാനം ഇവനെ കൊന്നത്, അല്ലെങ്കിൽ ഊന്നിനെ പോലുള്ള ആൾ പറയും ഇന്ന ആളെ കൊന്ന ആൾ കോൺഗ്രസ്സുകാരനാണെന്ന് പറയും. അപ്പം തന്നെ പറയും, തളിപ്പറമ്പ് ഉറക്കത്തിലാണെങ്കിലും വിളിച്ചു പറയും. അപ്പം ഇയാളെ അറസ്റ്റ് ഇപ്പോൾ കോടതിയിൽ നിന്ന് പോലീസിനെ തെറ്റ് മനസ്സിലാക്കി യഥാർത്ഥ പ്രതികളെ പിടിച്ചു. അപ്പോൾ ആദ്യത്തെ പ്രതിയോട് എന്നാ കോമ്പൻസേഷൻ ചെയ്യും? ഇപ്പം പാങ്കൂട്ടത്തിൻ്റെ പുറകെ പോയ പെണ്ണുങ്ങൾ ഈ നമ്മൾ തീർച്ചയായിട്ടും പീഡിപ്പിക്കാനുള്ള ഒരു എങ്ങനെയെങ്കിലും ട്രാപ്പിലാക്കാൻ സുരേഷ് ഗോപിക്കെതിരായിട്ട് ഈ ആരോപണം ഉണ്ടായില്ലേ, വിനു വിജയനെതിരായിട്ട് ഈ ആരോപണം ഉണ്ടായില്ലേ, ഇത് ആർക്കെതിരായിട്ട് ഇത്തരം ആരോപണം ഉണ്ടാകും? എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വലിയൊരു മാതൃകയാവുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രമല്ല, അതുവഴി കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പുതിയ ദിശാബോധം കൂടെ നൽകുകയാണ്. തീർച്ചയായും.